നമസ്കാരം. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നൊരു മേഖലയുണ്ട് കാശ്മീരിൽ. അതിപ്പോൾ പാകിസ്ഥാൻ്റെ കൈവശമാണ്. ആ മേഖലയൊക്കെ ചേർത്താണ് പാക് അധിനിവേശ കാശ്മീർ എന്ന് നമ്മൾ പറയുന്നത്. ആ മേഖലയിലേക്കാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും നീളുന്നത്. അതിനുള്ള പ്രധാന കാരണം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചൈനയെയും ഇന്ത്യയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലൂടെയാണ് അത് ഒരു വലിയ ഹൈവേ, കാരക്കോറം ഹൈവേ കടന്നു പോകുന്നത്. ഇന്ത്യയുടെ ഭാഗമാണല്ലോ കാശ്മീർ. അപ്പോൾ പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീരിൻ്റെ മണ്ണിലൂടെ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക കോറിഡോർ, അത് വർഷങ്ങളായി കടന്നു പോകുന്നത് കാരക്കോറം ഹൈവേ വഴിയാണ്. കാരക്കോറം ഹൈവേയുടെ മധ്യ സ്ഥാനത്താണ് ഹുൻസ താഴ്വര. ഹൻസ താഴ്വരയിലെ വലിയ തോതിൽ സംഘർഷം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവിടുത്തെ പ്രധാനമായ സിറ്റിയാണ് അലിയാബാദ്. അപ്പം അലിയാബാദ് ടൗണിൽ കൊടുമ്പിരി കൊണ്ട പ്രകടനങ്ങളായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി. കാരണം ഇന്ത്യ ജലയുദ്ധം അല്ലെങ്കിൽ ജലബോംബ് എന്നൊക്കെ വിഖ്യാതമായി പറയുന്ന സിന്ധു നദി കരാർ അത് നിർത്തിവെച്ചപ്പോൾ ജലത്തിൻ്റെ ഒഴുക്ക് ഒന്നുകിൽ കൂട്ടുകയും, ഒരു ദിവസം ജലം നദിയിലെ ജലപ്രവാഹം കൂട്ടിയത് നമ്മൾ കണ്ടു. ഡാമുകൾ ചെറിയ തോതിൽ തുറന്നു വിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ ചെറിയ വെള്ളപ്പൊക്ക ഭീഷണി സൃഷ്ടിച്ചു. പാകിസ്ഥാനിലല്ലാതെ പാക് ഓക്കുപൈഡ് കാശ്മീരിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വെള്ളത്തിൻ്റെ അളവ് വല്ലാതെ കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂട്ടുക, അതായത് ഈ ടെലിവിഷൻ്റെയോ റേഡിയോയുടെയോ വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന പോലെ തന്നെ ഡാമിൻ്റെ ഈ ശേഷി, ജലം തുറന്നു വിടുന്നത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ആ ഓരോ നീക്കവും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു പരിധിവരെ ഇന്ത്യ ആഗ്രഹിച്ചതും. ഈ ഒരു ഇമ്പാക്റ്റാണ് ഇന്ത്യ ആഗ്രഹിച്ചത്. അപ്പം അതിൻ്റെ ആ ജലനയത്തിൻ്റെ ഇമ്പാക്റ്റ് വന്നു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ ഒരു പ്രദേശത്തെക്കുറിച്ച്, ആ ഒരു വാലിയെക്കുറിച്ച്, ഹൻസ വാലിയുടെ ഒരു പ്രത്യേകതയും കൂടെ നോക്കാം. അവിടെ വലിയ തോതിലുള്ള പവർ കട്ടാണ്. അവിടുത്തെ ടെമ്പറേച്ചർ ചില സമയത്ത് വിൻ്ററിലൊക്കെ -14 ഡിഗ്രി വരെ താഴും. ഇപ്പോഴും അവിടെ നല്ല തണുപ്പ് തന്നെയാണ്. ഏപ്രിൽ മാസം അവസാനിക്കുമ്പോഴും അവിടെ നല്ല തണുപ്പ് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീറ്റിംഗ് ഡിവൈസസ് ആവശ്യമുണ്ട്, അതിന് വൈദ്യുതി ആവശ്യമുണ്ട്. വൈദ്യുതിക്ക് കടുത്ത റേഷനിങ് ആണ് പ്രദേശത്തെ. അപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ ലഭ്യമാകുന്ന പോലെ സുലഭമായ വൈദ്യുതി പാകിസ്ഥാനിൽ ഇല്ല എന്നുകൂടി ഓർക്കുക. ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വളരെ കുറച്ച് തുക മാത്രമാണ് പാകിസ്ഥാൻ ചെലവഴിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളാണ് ആ ഭാഗത്ത് പാകിസ്ഥാൻ വ്യാപകമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. അത് ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കടന്നു വരുന്ന ജലം പാകിസ്ഥാനിൽ എത്തി ആ ഭാഗത്ത് ഹൈഡൽ പ്രോജക്ട്സ്, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യുച്ഛക്തി കൊണ്ടാണ് തണുപ്പറക്കറ്റുന്നതും അത്യാവശ്യം കൃഷി ആവശ്യത്തിന് വേണ്ടി ജലം പമ്പ് ചെയ്യുന്നതും എല്ലാം തന്നെ ആ വൈദ്യുതി ഉപയോഗിച്ചാണ്. ഇപ്പോഴിതാ ആ വൈദ്യുതിയുടെ ഉപഭോഗം കൂടിയിരിക്കുന്നു, വൈദ്യുതിയുടെ അളവ് കുറഞ്ഞിരിക്കുന്നു, ജലത്തിൻ്റെ കടന്നുവരവ് കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇറാറ്റിക്കായി മാറിയിരിക്കുന്നു. ജനം തെരുവിലിറങ്ങി. അതിനെ പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം എന്ന നിലയിലാണ്. ഇന്ത്യ അതിനെ കാണുന്നത് പാകിസ്ഥാൻ്റെ ഗവൺമെൻറ്റിനെതിരെയുള്ള ജനങ്ങളുടെ രോക്ഷ പ്രകടനം. ഇത് തന്നെയാണ് ജലം ഒരു ആയുധമായി ഉപയോഗിക്കുമ്പോൾ, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ ജരുക്കി കൊല്ലുക എന്നത് മാത്രമല്ല, അതല്ല ഉദ്ദേശം. യഥാർത്ഥത്തിൽ ജനങ്ങൾ തങ്ങളുടെ സർക്കാർ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ, അല്ലെങ്കിൽ ഭീകര ആക്രമണത്തെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന നിലപാടുകൾ, അല്ലെങ്കിൽ ഭീകരരെ അവിടെ ട്രെയിൻ ചെയ്ത് ആ മേഖലയിലൊക്കെ തന്നെയാണ്, പാക് ഓക്കുപൈഡ് കാശ്മീരിൻ്റെ മേഖലയിൽ തന്നെയാണ് വലിയ തോതിലുള്ള തീവ്രവാദ ക്യാമ്പുകളൊക്കെ. അത് ചെയ്യുന്നത് ഇവരുടെ കൺമുമ്പിലാണ് ഇത് നടക്കുന്നത്. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ജീവിതമാർഗം മുട്ടുന്നത് കാശ്മീരിലെ, അതായത് പാക് ഓക്കുപൈഡ് കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. അതുകൊണ്ടാണ് അവർ ഇതിനെതിരെ പ്രക്ഷോഭവുമായി നീങ്ങുന്നത്. ഇനി നോക്കൂ, പാകിസ്ഥാൻ 1971 മുതൽ ആ പ്രദേശം ഒരു പ്രത്യേക 71 ബംഗ്ലാദേശ് യുദ്ധത്തിൽ ആ പ്രദേശത്തിൻ്റെ ഒരു നല്ല ഭാഗം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു നിയന്ത്രണം ഒരു പ്രത്യേക കമാൻഡിനെ ഏൽപ്പിക്കുകയാണ്. FCNA എന്ന് പറയും, ഫോഴ്സ് കമാൻഡർ നോർത്തേൺ ഏരിയ. ഒരു കമാൻഡറുടെ കീഴിൽ ആ പ്രദേശം കുറച്ചുകൂടി സുരക്ഷിതമാക്കാനുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ
1989 കാർഗിൽ യുദ്ധസമയത്ത് ആ പ്രദേശത്ത്, കാർഗിലൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ സമീപ പ്രദേശത്താണ്, ആ ഒരു മേഖലയിൽ തന്നെയാണ് കാർഗിൽ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് കാർഗിൽ യുദ്ധത്തിൽ വലിയ തോതിലുള്ള നീക്കമാണ് അവിടെ ഇന്ത്യൻ സൈന്യം നടത്തിയത്. അതിനുശേഷം മിന്നലാക്രമണം നടത്തിയത് നോക്കൂ. ഇന്ത്യ നടത്തിയ 2 സർജിക്കൽ സ്ട്രൈക്കുകൾ, ഒന്ന് 2016 ഉറി ഭീകരാക്രമണത്തിന് ശേഷം ഭീകരന്മാരെ തിരഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ സൈന്യം അവിടെ നടത്തിയ കമാൻഡോ ഓപ്പറേഷൻ, പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും ഭീകര ക്യാമ്പുകൾക്ക് നേരെയും നടത്തിയ ആക്രമണം, അത് നടത്തിയത് ജയ്ഷ് ഇ മുഹമ്മദാണ്. അത് ലഷ്കർ ഇ തോയ്ബ അല്ല, ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. അതാണൊന്ന്. 2, ഏറ്റവും അവസാനം 2019 ഈ ബാലാക്കോട്ട് ആക്രമണം നടന്നല്ലോ. ആ ബാലാക്കോട്ട് ആക്രമണം നടന്നതും ആ പ്രദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ ശക്തമായ ഒരു ആക്രമണം ആ പ്രദേശത്ത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതുകൊണ്ട് പാകിസ്ഥാൻ വലിയ തോതിൽ ഈ സൈന്യത്തെ അവിടെ വിന്യസിക്കുകയും അവിടുത്തെ പെട്ടെന്ന് തന്നെ തീവ്രവാദ ക്യാമ്പുകൾ ഒന്നൊന്നായി ഡിസ്മാൻറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ മറ്റിടത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. തീവ്രവാദം പാകിസ്ഥാൻ ഉപേക്ഷിച്ചു എന്നർത്ഥമില്ല. പാകിസ്ഥാൻ ഭീകരന്മാരെ, ലഷ്കറിൻ്റെയും ജയ്ഷിൻ്റെയും ഭീകരന്മാരെ മറ്റ് ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ വിന്യസിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊരു യുദ്ധം ആസന്നമാണ് എന്നൊരു പ്രതീതിയാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ആളുകൾക്ക് ലഭിക്കുന്നത്. യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ്. അവിടെയാണ് സിവിൽ അൺറസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം ഇന്ത്യയിൽ ജനങ്ങൾ ശാന്തരാണ്, ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നില്ല. ഇത്രയും വലിയ ഭീകരാക്രമണം നടന്നു എങ്കിൽ പോലും കാശ്മീരിൻ്റെ ഉള്ളിൽ പോലും ജനങ്ങൾ തെരുവിലിറങ്ങിയത് പാകിസ്ഥാനെതിരെയാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയല്ല. ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ കാര്യമായി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതെല്ലാം ഈ സംഘർഷത്തിന് അയവ് വന്നതിന് ശേഷം വിമർശനപരമായി തന്നെ എന്തെല്ലാം സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നത് തലനാരഴ കീറി പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതല്ല അതിനുള്ള സമയം എന്ന് ബുദ്ധിപൂർവ്വം ആളുകൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആളുകൾ തെരുവിലിറങ്ങാത്തത്. ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ ആളുകൾ തെരുവിലിറങ്ങാത്തത് അതുകൊണ്ടാണ്. പാകിസ്ഥാനിൽ അതല്ല അവസ്ഥ. അതുകൊണ്ട് ചിതറി നിൽക്കുന്ന പാകിസ്ഥാൻ, നമ്മൾ ഏറെ പറഞ്ഞതാണ് ബലൂചിസ്ഥാനിലെയും അതുപോലെ ഖൈബർ പഖ്തൂൺഖ മേഖലയിലെയും പ്രക്ഷോഭങ്ങളെക്കുറിച്ചും പാകിസ്ഥാൻ സൈന്യത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുണ്ടാക്കുന്നത് എന്നും നമ്മൾ ഏറെ പറഞ്ഞു വെച്ചു. അപ്പോൾ അത് വിവരിക്കുന്നില്ല. എന്നാൽ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ജനങ്ങൾ കൂടി തെരുവിലിറങ്ങുകയാണ് എങ്കിൽ അവരവസാനം വിളിക്കാൻ സാധ്യതയുള്ളൊരു മുദ്രാവാക്യമുണ്ട്: ഞങ്ങളോട് എന്തിന് ഈ വഞ്ചന ചെയ്തു, എന്തിന് ഈ വൻ ചതി ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു? ഞങ്ങൾക്ക് സ്വച്ഛന്തമായി ഐക്യ കാശ്മീരിൽ താമസിക്കാമായിരുന്നല്ലോ. പാർട്ടീഷൻ പ്ലാൻ അനുസരിച്ച് ഒരൊറ്റ രാജ്യമായിരുന്നല്ലോ ഹരിസിംഗ് എന്ന ഹിന്ദു രാജാവ് ഭരിച്ചിരുന്നതും. ഷെയ്ഖ് അബ്ദുള്ളയുടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒമർ അബ്ദുള്ളയുടെ പിതാവ് ഫറൂഖ് അബ്ദുള്ളയുടെയും പിതാവ്, കാശ്മീർ സിംഹം, ഷേർ ഇ കശ്മീർ എന്നറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബമൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്ന കാശ്മീരിയത്ത് എന്ന് പറയുന്ന നല്ലൊരു കൾച്ചറൽ സംവിധാനമില്ല, ജാതി മത വിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കരുതിയിരുന്ന ആ ഒരു സുന്ദര സുരഭില കാശ്മീർ, അവർ തീവ്രവാദികളൊന്നുമല്ല. അടിസ്ഥാനപരമായി കാശ്മീരിലെ ആളുകൾ വളരെ നല്ല ആളുകളാണ്, അവർ ശാന്തരായ ആളുകളാണ് പൊതുവേ. അഫ്ഗാനിസ്ഥാൻ മേഖലയിലെ ആളുകളുടെ ആ ഒരു കൾച്ചറൽ ഫോർമേഷൻ അല്ല കാശ്മീരിലെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ഒരു സുന്ദര സുരഭില കാശ്മീർ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ എന്തിന് പാകിസ്ഥാൻ വിമുഖത കാട്ടണം? അതുകൊണ്ട് ഇന്ത്യൻ കാശ്മീരിനോട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി ഇരുന്നിരുന്നു എങ്കിൽ എത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകുമായിരുന്നു എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ കൊടുക്കുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇന്ത്യൻ കാശ്മീരിലെ ആളുകൾ പാകിസ്ഥാനിൽ ചേരാൻ, അല്ലെങ്കിൽ പാക് കാശ്മീരിലോട് ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന പ്രചരണമാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ജനം തെരുവിലിറങ്ങിയത് പാകിസ്ഥാന് വലിയൊരു സൂചനയാണ്. അവർ സംതൃപ്തരല്ല. കാശ്മീരിലെ, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ ആളുകൾ സംതൃപ്തരല്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചന കൂടിയാണ് ഇത്. അവർക്ക് വേണ്ടത് രാഷ്ട്രീയമല്ല, അവർക്ക് വേണ്ടത് ജലമാണ് കൃഷിക്ക്, അവർക്ക് വേണ്ടത് വൈദ്യുതിയാണ് അവരുടെ തണുപ്പകറ്റാൻ, അവർക്ക് വേണ്ടത് അടിസ്ഥാന സൗകര്യമാണ്, അവർക്ക് വേണ്ടത് സമാധാനമാണ്. അത് കൊടുക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഇപ്പോൾ യുദ്ധ സന്നാഹങ്ങൾ വളരെ വലിയ രീതിയിൽ ഈ എയർക്രാഫ്റ്റുകൾ തലങ്കും വിലങ്കും പറക്കുകയാണ്. വ്യോമസേന അഭ്യാസങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കർശനമായ വാർത്തകൾക്ക് നിരോധനമുള്ളതുകൊണ്ട് കാര്യമായ ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിയിൽ വരുന്നില്ല. ഇപ്പോൾ ഏറ്റവും വൈകി, ഇപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും വൈകി എത്തിയ ഒരു വിവരമെന്ന് പറയുന്നത് അതിർത്തിയിൽ ശക്തമായ വെടിവെപ്പ് നടക്കുകയാണ്. പല രീതിയിലും കർശനമായ വാർത്താ നിയന്ത്രണം ഉള്ളതുകൊണ്ട്
പുറം ലോകത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പുറം ലോകത്തേക്ക് അറിയിക്കാൻ സാധ്യമല്ല. അതുമാത്രമല്ല, ഈ ആക്രമണം നടത്തിയ 7 ഭീകരന്മാർ അവർ പൂർണ്ണമായി സറൗണ്ട് ചെയ്യപ്പെട്ടു എന്നും ഏത് നിമിഷവും അവർ അകത്താകാം എന്നുമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അവരുമായുള്ള സുരക്ഷാ സേനയുടെ ഏറ്റുമുട്ടലുകളും വാർത്തകളിൽ നിറയുന്നു. നമുക്ക് കാണാം.